ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ സ്കൂളിൽ വെള്ളം സംഭരിക്കുന്ന മോട്ടോർ മോഷണം പോയി. ഇതേക്കുറിച്ച് പരാതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സാമൂഹ്യവിരുദ്ധർ സ്കൂളിൽ കാര്യമായ നാശനഷ്ടങ്ങളുണ്ടാക്കിയത്. ക്ലാസ് മുറികളിലെ 3 ഫാനുകളും സീലിംഗും പൂർണ്ണമായും തകർത്തു. ഇലക്ട്രിക് വയറിംഗ് ഇളക്കി വേർപെടുത്തി. സ്കൂളിൽ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായതായി അധികൃതർ പറയുന്നു. സ്കൂളിലെ മോട്ടോർ മോഷണം പോയി, അതിനെതിരെ കുട്ടികളെ കൊണ്ട് പരാതി കൊടുക്കുകയെല്ലാം ചെയ്തു. എന്നിട്ടും യാതൊരു നടപടിയാവുന്നില്ല. രാവിലെ ഞങ്ങൾ വരുമ്പം ഞങ്ങളുടെ പഠനോപകരണങ്ങളും എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ക്ലാസ് റൂമിന്റെ പൂട്ടൊക്കെ തകർത്തിട്ട് അതിനകത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയാറുണ്ട്. അക്രമം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. പോലീസ് പ്രാഥമിക വിവരം ശേഖരിച്ച് അന്വേഷണം നടത്താത്തത് കാരണം കുട്ടികളുടെ പഠനം ഇപ്പോൾ ഗ്രൗണ്ടിലും വരാന്തയിലുമാണ്. കുട്ടികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമായിട്ടില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മറുപടി ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. കുട്ടികളുടെ ഭക്ഷണ ഹാളും ആക്രമണത്തിന് ഇരയായത് കാരണം ആഹാരം കഴിക്കുന്നതും വരാന്തയിലിരുന്നാണ്. ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1